എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നാളെ സിവിൽ എക്സൈസ് ഓഫീസറുടെ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്കറിയാം 20 മാർക്കിന് സിവിൽ എക്സൈസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എക്സൈസുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കാണ്. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആശംസകൾ നേരുന്നു. നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അബ്കാരി നിയമത്തെ കുറിച്ചാണ്. ഈ അബ്കാരി ആക്ട് 1077 എന്താണ് അബ്കാരി നിയമം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അബ്കാരി ആക്ട് 1077 ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ അബ്കാരി ആക്ടില് ഓർത്തിരിക്കണം, കേരളത്തിലെ മദ്യപാനീയങ്ങളുടെ നിർമ്മാണം, ഇറക്കുമതി, കയറ്റുമതി, വിൽപ്പന എന്നിവ നിയന്ത്രിക്കുന്ന പ്രധാന നിയമമാണ് കേരള അബ്കാരി ആക്ട് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? കേരളത്തിലെ മദ്യപാനീയങ്ങളുടെ നിർമ്മാണം, ഇറക്കുമതി, കയറ്റുമതി, വിൽപ്പന എന്നിവ നിയന്ത്രിക്കുന്ന പ്രധാന നിയമമാണ് അബ്കാരി നിയമം എന്ന് പറയുന്നത്. ഈ അബ്കാരി ആക്ട് പ്രകാരം കള്ളുഷാപ്പുകളിൽ പരിശോധന നടത്താനൊക്കെ പറ്റും. കള്ളുഷാപ്പുകളിൽ കയറി പരിശോധന നടത്താൻ നമ്മുടെ സിവിൽ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർക്കും അതുപോലെ അതിനു മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥർക്കും നിയമപരമായിട്ടുള്ള അധികാരമുണ്ട്. അപ്പോൾ അബ്കാരി ആക്ടിൽ പറഞ്ഞിരിക്കുന്നതാണ് കള്ളുഷാപ്പുകളിലെ പരിശോധന. ആർക്കൊക്കെ മുകളിലോട്ടാണ്, ആർക്കൊക്കെയാണ് അതിന് അധികാരമുള്ളത് കള്ളുഷാപ്പുകൾ കയറി പരിശോധന നടത്താൻ? അതൊക്കെ എക്സാമിന് ചോദിക്കാം. എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ മുതൽ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് നിയമപരമായിട്ടുള്ള അധികാരമുണ്ട്. ഇതിന് പരിധി നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് അല്ലേ, ഡിസ്റ്റൻസ് ലിമിറ്റ്സ് ഉണ്ട്. അബ്കാരി നിയമത്തിൽ പറയുന്നതാണ് വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവയുടെ നിശ്ചിത പരിധിക്കുള്ളിൽ മദ്യശാലകൾ അനുവദനീയമല്ല. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, എല്ലാ മാസത്തെയും 1-ാം തീയതിയും കേരളത്തിലെ ഡ്രൈ ഡേ ആയി ആചരിക്കുന്നത്. അതായത് അന്ന് മദ്യശാലകൾ അല്ലെങ്കിൽ മദ്യവിൽപ്പനശാലകൾ പ്രവർത്തിക്കില്ല എന്നറിയാം. അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും ജന്മദിനത്തിന്റെയും ചരമദിനത്തിന്റെയും അന്ന് ഡ്രൈ ഡേ ആണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അബ്കാരി നിയമത്തിനേക്കാൾ പ്രാധാന്യമുള്ള ഒന്നാണ് NDPS നിയമം എന്ന് പറയുന്നത്. അപ്പോൾ നാർക്കോട്ടിക്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 ലഹരി മരുന്നുകളുടെയും മനോരോഗമുണ്ടാക്കുന്ന വസ്തുക്കളുടെയും കടത്തും ഉപയോഗവും തടയുന്നതിനുള്ള കേന്ദ്ര നിയമമാണ് NDPS നിയമം 1985 എന്ന് പറയുന്നത്. നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് ഇതൊരു കേന്ദ്ര നിയമമാണ്. അപ്പോൾ ഇതിനകത്ത് ലഹരി മരുന്നുകളുടെ അളവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഡ്രഗ് ക്വാണ്ടിറ്റീസ്, ഈ പിടിച്ചെടുക്കുന്ന ലഹരി മരുന്നിന്റെ അളവ് അനുസരിച്ചിട്ടാണ് കേസിന്റെ ഗൗരവവും ശിക്ഷയും ഒക്കെ മാറുന്നത്. അതായത് സ്മോൾ ക്വാണ്ടിറ്റി, അതായത് ചെറിയ അളവാണെങ്കിൽ കുറഞ്ഞ ശിക്ഷയാണ്. ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇടത്തരം അളവ്. അതേപോലെ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി, ഇവയ്ക്കൊക്കെ അതായത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി, വാണിജ്യ അളവ്, ഇവയ്ക്കൊക്കെ കഠിനമായ ശിക്ഷയാണ്. ഓർത്തിരിക്കണം, നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 പ്രകാരം, ആ 85 സെക്ഷൻ 20 പ്രകാരം കഞ്ചാവ് കൈവശം വെക്കല്, കഞ്ചാവ് ഉത്പാദിപ്പിക്കുന്നതും കൈവശം വെക്കുന്നതും വിൽക്കുന്നതും കുറ്റകരമായിട്ടുള്ള സെക്ഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NDPS ആക്ടിലെ സെക്ഷൻ 20 ആണ്. ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ സെക്ഷൻ 20 പ്രകാരം കഞ്ചാവ് കൈവശം വെക്കലും കഞ്ചാവ് ഉത്പാദിപ്പിക്കുന്നതും ഒക്കെ സെക്ഷൻ 20 പ്രകാരമാണ് കുറ്റകരമാകുന്നത്. അതുപോലെ തന്നെ വധശിക്ഷാ വ്യവസ്ഥ ചെയ്യുന്ന NDPS നിയമത്തില് വധശിക്ഷാ വ്യവസ്ഥ ചെയ്യുന്ന സെക്ഷൻ ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, സെക്ഷൻ 31A എന്ന് പറയുന്നത്. ലഹരിമരുന്ന് കടത്ത് തുടർച്ചയായി ആവർത്തിക്കുന്ന കുറ്റവാളികൾക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വധശിക്ഷ വരെ നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 31A ആണ്. അറിഞ്ഞിരിക്കണം, NDPS ആക്ട് 1985 നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 സെക്ഷൻ 31A പ്രകാരം ലഹരിമരുന്ന് കടത്ത് തുടർച്ചയായി ആവർത്തിക്കുന്ന കുറ്റവാളികൾക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ വധശിക്ഷ വരെ നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 31A. അത് അറിഞ്ഞിരിക്കണം. ഇനി അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, നാളെ എക്സാമിന്
ചോദിക്കാൻ സാധ്യതയുള്ള ഒരെണ്ണമാണ് ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇലിസിറ്റ് ട്രാഫിക്കിംഗ്. അതായത് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം എന്നാണെന്ന് ചോദിക്കാം. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ട് നാം ആചരിക്കുന്നത്. ജൂൺ 26 മറന്നു പോകരുത്. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ നിയമമാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു ആക്ട് ഉണ്ട്, കോട്ട്പ നിയമം. ഇതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട് എക്സാമിന്. സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രൊഡക്ട്സ് ആക്ട് ആണ് 2003 സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രൊഡക്ട്സ് ആക്ട് 2003 നിലവിൽ വന്നു. അതായത് പുകയില ഉത്പന്നങ്ങളുടെ പരസ്യം നിയന്ത്രിക്കുന്നതിനും വിപണനം തടയുന്നതിനുമുള്ള നിയമം എന്ന് ചോദിച്ചാൽ സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രൊഡക്ട്സ് ആക്ട് 2003 ആണ് കോട്ട്പ നിയമം എന്നാണ് അറിയപ്പെടുന്നത്. പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധനം, ഇത് സെക്ഷൻ 4 പറയുന്നത്. പൊതുസ്ഥലങ്ങളുടെ, അതായത് കോട്ട്പ ആക്ടിന്റെ സെക്ഷൻ 4 പ്രതിപാദിക്കുന്നത് പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധനം. ഹോട്ടലുകൾ, ഓഫീസുകൾ, ബസ് സ്റ്റാൻഡുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? പുകവലി നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിധികളിൽ, അതായത് സെക്ഷൻ ബി ആണ് കോട്ട്പ ആക്ട് 2003 സെക്ഷൻ 6B പ്രതിപാദിക്കുന്നതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിധി. ഇത് സ്ഥിരം എക്സാമിന് സാന്നിധ്യമാണ്. സിവിൽ എക്സൈസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളുകൾ, കോളേജുകൾ എന്നിവയുടെ 100 വാര, അതായത് 100 യാർഡ്സ് ആണ്. 100 യാർഡ്സ് ചുറ്റളവിൽ പുകയില ഉത്പന്നങ്ങൾ വിൽക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിധിയായ സെക്ഷൻ 6B പ്രകാരം സ്കൂളുകൾ, കോളേജുകൾ എന്നിവയുടെ 100 വാര സിഗരറ്റോ മറ്റ് ബീഡിയോ അങ്ങനെയുള്ള സാധനങ്ങളെന്നും സ്കൂളുകളുടെ, കോളേജുകളുടെ 100 യാർഡ്സ് ചുറ്റളവിൽ വിൽക്കാൻ പാടില്ല. പുകയില ഉത്പന്നങ്ങൾ വിൽക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്ന നിയമമാണ് സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രൊഡക്ട്സ് ആക്ട് 2003 കോട്ട്പ നിയമം എന്ന് പറയുന്നത്. അതിലെ സെക്ഷൻ ബിയിലാണിത് പ്രതിപാദിച്ചിരിക്കുന്നത്. സെക്ഷൻ 4 പൊതുസ്ഥലങ്ങളിലെ പുകവലി പൊതുസ്ഥലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മുടെ ഓഫീസ്, ബസ് സ്റ്റാൻഡ്, അല്ല പബ്ലിക് റോഡ്സ് അല്ലേ, അതുപോലെ തന്നെ ഹോട്ടലുകൾ, ഇവയെല്ലാം പൊതുസ്ഥലങ്ങളിൽ വരുന്നതാണ്. ഇവയുടെ പരിധികളിൽ എന്താണ്? പുകവലി നിരോധിച്ചുകൊണ്ടുള്ള കോട്ട്പ ആക്ടിലെ സെക്ഷൻ 4 ആണ്. പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അതുപോലെ സെക്ഷൻ 6B വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിധിയിൽ 100 വാര അല്ലെങ്കിൽ 100 യാർഡ്സ് ചുറ്റളവിൽ പുകയില ഉത്പന്നങ്ങൾ വിൽക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ് വകുപ്പിന്റെ ഘടന ഒന്ന് അറിഞ്ഞിരിക്കണം. എക്സൈസ് വകുപ്പിന്റെ ഘടന, ഡിപ്പാർട്ട്മെന്റ് ഹയറാർക്കി. കേരള എക്സൈസ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥ തലം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഏറ്റവും മുകളിൽ വരുന്ന എക്സൈസ് കമ്മീഷണറാണ്. ഏറ്റവും മുകളിൽ എക്സൈസ് കമ്മീഷണറാണ് തലവനായിട്ട് വരുന്നത്. രണ്ടാമത് വരുന്ന അഡീഷണൽ എക്സൈസ് കമ്മീഷണറാണ്. അതിന് തൊട്ട് താഴെ ജോയിന്റ് എക്സൈസ് കമ്മീഷണറും അതിനും തൊട്ട് താഴെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ, അതാണ് ജില്ലാ തലവനായിട്ട് വരുന്നതാണ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. അങ്ങനെയും ചോദിക്കാം. അതുപോലെ തന്നെ അതിന് തൊട്ട് താഴെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ, അതിൻ്റെ താഴെ എക്സൈസ് ഇൻസ്പെക്ടർ, ഏറ്റവും താഴേക്ക് തൊട്ടുമുകളിൽ നേരത്തെ പറഞ്ഞ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസറും, അത് കൂടാതെ ഏറ്റവും താഴെ വരുന്നതാണ് നമ്മൾ നാളെ എക്സാം എഴുതുന്ന സിവിൽ എക്സൈസ് ഓഫീസർ. അപ്പോൾ ഈ സിവിൽ എക്സൈസ് ഓഫീസർ ഏറ്റവും ബോട്ടം പോർഷനിൽ, അതിന് തൊട്ടുമുകളിൽ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ, അതിന് തൊട്ടുമുകളിൽ എക്സൈസ് ഇൻസ്പെക്ടർ, അത് കഴിഞ്ഞിട്ട് സർക്കിൾ ഇൻസ്പെക്ടർ, അത് കഴിഞ്ഞിട്ട് ജില്ലാ തലവനാണ്, അതായത് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണ്, അത് കഴിഞ്ഞിട്ട് ജോയിന്റ് എക്സൈസ് കമ്മീഷണറാണ്, അതിന് തൊട്ടുമുള്ള അഡീഷണൽ എക്സൈസ് കമ്മീഷണർ, ഏറ്റവും ടോപ്പില് എക്സൈസ് കമ്മീഷണറുമാണ്. അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? നിലവിലെ അഡീഷണൽ ചാർജ് ആയിട്ടാണ് എക്സൈസ് കമ്മീഷണർ ആയിട്ടുള്ളത് ജെ കിഷോർ കുമാർ ആണ്. അതെന്ന് അറിഞ്ഞിരിക്കണം. ജെ കിഷോർ കുമാർ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സൈസ് മിനിസ്റ്റർ ഓഫ് എക്സൈസ് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ MB രാജേഷ് ആയിരിക്കും. ഇപ്പോൾ പുതിയ മന്ത്രിസഭ ചാർജ് M ലിജു ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് അതിനകത്ത് ആൻസർ ശ്രീ MB രാജേഷ് ആയിരിക്കണം എഴുതേണ്ടത്. മന്ത്രിയായിരുന്ന ശ്രീ MB രാജേഷ്, അത് വിട്ടുപോകരുത്. ഇപ്പോഴാണ് M ലിജു പുതിയ 16ാം കേരള നിയമസഭയിലെ മന്ത്രിയായിട്ടാണ്, എക്സൈസ് മന്ത്രിയായിട്ട് ആര് വന്ന് M ലിജു വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 1077 അബ്കാരി നിയമത്തെ കുറിച്ചൊന്ന് പഠിക്കണം. അബ്കാരി ആക്ടിലെ കുറേയധികം വകുപ്പുകളെ കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എക്സാമിന് ഈ വകുപ്പുകളെ കുറിച്ച് ചോദിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം, ഇതിനകത്ത് അബ്കാരി നിയമത്തിൽ പറയുന്ന കുറേ വസ്തുതകളുണ്ട്.
അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് 2017 ഒരു ഭേദഗതി ഉണ്ട്. അബ്കാരി നിയമം 1077 2017 ഒരു ഭേദഗതിയുണ്ട്. ആ ഭേദഗതി പ്രകാരം നമ്മുടെ മദ്യം വാങ്ങാനും കൈവശം വെക്കാനുമുള്ള പ്രായപരിധി 21 നിന്ന് 23 ആക്കിയിട്ടുണ്ട്. 21 18 ഒക്കെ ഓപ്ഷൻ ഉണ്ടാവും, തെറ്റിച്ച് എഴുതരുത്. അപ്പോൾ വകുപ്പ് 24 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ അബ്കാരി നിയമം 1077 കേരളത്തിലെ മദ്യത്തിന്റെ ഉത്പാദനം, കടത്ത്, വിപണനം എന്നിവ നിയന്ത്രിക്കുന്ന പ്രധാന വകുപ്പുകളെല്ലാം ഉൾപ്പെടുന്നത് ഇതിനകത്താണ്. അബ്കാരി നിയമം 1077 ഓക്കെ. അതിനകത്ത് വകുപ്പ് 4B ഇമ്പോർട്ടന്റ് ആണ്. എക്സൈസ് കമ്മീഷണറെ നിയമിക്കുന്നത് ഈ വകുപ്പ് പ്രകാരമാണ്. ഏതാ? വകുപ്പ് 4B പ്രകാരം. അബ്കാരി നിയമം 1077 വകുപ്പ് 4B പ്രകാരമാണ് എക്സൈസ് കമ്മീഷണറെ നിയമിക്കുന്നത്. അതുപോലെ തന്നെ വകുപ്പ് 12C, വകുപ്പ് 12C വ്യാജ ലേബലുകൾ, സെക്യൂരിറ്റി സ്റ്റിക്കറുകൾ എന്നിവ നിർമ്മിക്കുന്നതും ഉപയോഗിക്കുന്നതുമൊക്കെ തടയുന്നതാണ് അബ്കാരി നിയമത്തിലെ വകുപ്പ് 12C. വകുപ്പ് 4B എന്ന് പറയുന്ന എക്സൈസ് കമ്മീഷനെ നിയമിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് അബ്കാരി നിയമത്തിലെ വകുപ്പ് 4B. അതുപോലെ വകുപ്പ് 24 ഇമ്പോർട്ടന്റ് ആണ്. വകുപ്പ് 24ലാണ് മദ്യം വാങ്ങാനും കൈവശം വെക്കാനും ഉപയോഗിക്കാനുമുള്ള പ്രായപരിധി 23 വയസ്സായി നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ ഇത് 21 വയസ്സായിട്ട് ഈ വകുപ്പ് 24 തന്നെയാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ 2017 ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്തത്? പ്രായം 21 നിന്നും 23 ഉയർത്തിയത്. അതുപോലെ തന്നെ വകുപ്പ് 32 ഒരു എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർക്ക്, അതായത് സിവിൽ എക്സൈസ് ഓഫീസർക്ക് മുകളിലുള്ള ഒരു എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർക്ക് കള്ള് ഷാപ്പുകൾ കയറി പരിശോധിക്കാനുള്ള അധികാരം നൽകുന്നത് വകുപ്പ് 32ലാണ്. അബ്കാരി നിയമം 1077 വകുപ്പ് 32ലാണ് ഒരു എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർക്ക് കള്ളുഷാപ്പുകൾ കയറി പരിശോധിക്കാനുള്ള അധികാരം നൽകുന്നത്. വകുപ്പ് 34 അബ്കാരി ഉദ്യോഗസ്ഥർക്ക് കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിനായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് തുല്യമായ അധികാരം നൽകുന്ന വകുപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അബ്കാരി നിയമത്തിലെ വകുപ്പ് 34 ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ വകുപ്പ് 4B എക്സൈസ് കമ്മീഷണറെ നിയമിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. വകുപ്പ് 12C വ്യാജ ലേബലുകൾ, സെക്യൂരിറ്റി സ്റ്റിക്കറുകൾ എന്നിവ നിർമ്മിക്കുന്നതും ഉപയോഗിക്കുന്നതും തടയുന്നു. വകുപ്പ് 24 ഇമ്പോർട്ടന്റ് ആണ്. മദ്യം വാങ്ങാനും കൈവശം വെക്കാനും ഉപയോഗിക്കാനുമുള്ള പ്രായപരിധി 23 വയസ്സായി നിശ്ചയിച്ചിരിക്കുന്ന വകുപ്പ് 24ലാണ്. 2017 വരെ ഇത് 21 വയസ്സായിരുന്നു. 2017 ഭേദഗതി, അബ്കാരി നിയമം ഭേദഗതി പ്രകാരമാണ് 21 നിന്നും 23 വയസ്സായി ഉയർത്തിയത്. വകുപ്പ് 32 പ്രതിപാദിക്കുന്നത് ഒരു എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർക്ക് കള്ളുഷാപ്പുകൾ കയറി പരിശോധിക്കാനുള്ള അധികാരം നൽകുന്നതിനെ കുറിച്ച് പറയുന്നു. വകുപ്പ് 34 അബ്കാരി ഉദ്യോഗസ്ഥർക്ക് കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിനായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് തുല്യമായ അധികാരം നൽകുന്ന വകുപ്പാണ് വകുപ്പ് 34. അടുത്ത വകുപ്പ് 55 ആണ്. അപ്പോൾ വകുപ്പ് അബ്കാരി നിയമം 1077 വകുപ്പ് 55 നിയമവിരുദ്ധമായി മദ്യം നിർമ്മിക്കുകയോ ഇറക്കുമതി ചെയ്യുകയോ കൈവശം വെക്കുകയോ ചെയ്താൽ നൽകേണ്ട ശിക്ഷകളെ കുറിച്ച് പറയുന്നതാണ് വകുപ്പ് 55 എന്ന് പറയുന്നത്. ഈ വകുപ്പ് 55 നിയമവിരുദ്ധമായി മദ്യം നിർമ്മിക്കുകയോ ഇറക്കുമതി ചെയ്യുകയോ കൈവശം വെക്കുകയോ ചെയ്താൽ നൽകേണ്ട ശിക്ഷകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അബ്കാരി നിയമം 1077 വകുപ്പ് 67(2) പ്രകാരം മുൻകൂർ അനുമതിയില്ലാതെ മദ്യശാലകളുടെ പുനർനിർമ്മാണം, അതായത് ആ പുനർനിർമ്മാണം നടത്തിയാൽ പിഴ ഈടാക്കാൻ എക്സൈസ് കമ്മീഷണർക്ക് അധികാരം നൽകുന്നതാണ് അബ്കാരി നിയമത്തിലെ വകുപ്പ് 67(2) മുൻകൂർ അനുമതിയില്ലാതെ മദ്യശാലകളുടെ പുനർനിർമ്മാണമാണ്. ഈ പുനർനിർമ്മാണം നടത്തിയാൽ പിഴ ഈടാക്കാൻ എക്സൈസ് കമ്മീഷണർക്ക് അധികാരം നൽകുന്നു. ഇത് നമ്മൾ 1985 നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. NDPS നിയമം ലഹരി മരുന്നുകളുടെ ഉപയോഗവും കടത്തും തടയുന്നതിനുള്ള കേന്ദ്ര നിയമത്തിലെ, ഇത് കേന്ദ്ര നിയമമാണ്. അബ്കാരി നിയമം കേരള നിയമമാണ്, അത് മനസ്സിലാക്കണം. മദ്യം നമ്മുടെ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, NDPS നിയമം എന്ന് പറയുന്നത് സെൻട്രൽ ആണ്. മദ്യം നമുക്ക് ഓരോ സ്റ്റേറ്റിനും തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, അതവിടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ NDPS നിയമം എടുക്കുകയാണെങ്കിൽ 1985 നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എന്ന് പറയുന്നത് സെൻട്രൽ നിയമമാണ്. അപ്പോൾ ഇവിടെ
ലഹരിമരുന്നുകളുടെ ഉപയോഗവും കടത്തും തടയുന്നതിനുള്ള കേന്ദ്ര നിയമമായ NDPS ആക്ട് 1985 വകുപ്പുകൾ അറിഞ്ഞിരിക്കണം. അതിൽ വകുപ്പ് 20 നമുക്ക് കനാബീസ് അറിയാം. കഞ്ചാവ് കൃഷി ചെയ്യുന്നതും കൈവശം വെക്കുന്നതും വിൽക്കുന്നതും ശിക്ഷാർഹമായ കുറ്റമാകുന്നത് NDPS ആക്ടിലെ വകുപ്പ് 20ലാണ്. കഞ്ചാവ് കൃഷി ചെയ്യുന്നതും കൈവശം വെക്കുന്നതും വിൽക്കുന്നതും ശിക്ഷാർഹമായ കുറ്റമാക്കുന്നത്. അതുപോലെ തന്നെ വകുപ്പ് 21 ഉത്പാദിപ്പിച്ച അതല്ലെങ്കിൽ നിർമ്മിത മയക്കുമരുന്നുകൾ, മാനുഫാക്ചർഡ് ഡ്രഗ്സ്, അതായത് ഉദാഹരണമായിട്ട് പറയണേ MDMA, അതുപോലെ തന്നെ ഹെറോയിൻ, ഇവയൊക്കെ കൈവശം വെക്കുന്നതിനും കടത്തുന്നതിനുമുള്ള ശിക്ഷകൾ നിർവഹിച്ചിരിക്കുന്നത്. അതായത് ഹെറോയിന് MDMA ഉത്പാദിപ്പിച്ച അല്ലെങ്കിൽ നിർമ്മിത മയക്കുമരുന്നുകൾ, ഹെറോയിന് MDMA കൈവശം വെക്കുന്നതിന്റെ ശിക്ഷകളാണ് നിർവഹിച്ചിരിക്കുന്നത്. അതിൽ ലഹരി മരുന്നിന്റെ അളവ് അനുസരിച്ചിട്ടാണ് ശിക്ഷയൊക്കെ നിശ്ചയിക്കുന്നത്. വകുപ്പ് 29 NDPS ആക്ട് 1985 വകുപ്പ് 29 പ്രതിപാദിക്കുന്നത് ലഹരിമരുന്ന് കടത്തിന് സഹായം നൽകുന്നതും ക്രിമിനൽ ഗൂഢാലോചന നടത്തുന്നതും ശിക്ഷാർഹമാണെന്ന് വ്യക്തമാക്കുന്ന വകുപ്പാണ് വകുപ്പ് 29. ലഹരിമരുന്ന് കടത്തിന് സഹായം നൽകുന്നതും, അതായത് അബറ്റ്മെന്റ് എന്നാണ് പറയുന്നത്, അതുപോലെ ക്രിമിനൽ ഗൂഢാലോചന നടത്തുന്നതും ശിക്ഷാർഹമാണെന്ന് വ്യക്തമാക്കുന്ന NDPS 1985 വകുപ്പാണ് വകുപ്പ് 29. അതേപോലെ വകുപ്പ് 31 നേരത്തെ ഓൾറെഡി നമ്മൾ പഠിച്ചിരുന്നു. ലഹരിമരുന്ന് കേസിൽ തുടർച്ചയായി പിടിക്കപ്പെടുന്ന കുറ്റവാളിക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വധശിക്ഷ വരെ നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന NDPS ആക്ടിലെ വകുപ്പാണ് വകുപ്പ് 31A. വകുപ്പ് 50 ഏറ്റവും പ്രധാനപ്പെട്ട NDPS ആക്ടിലെ ഒരു വകുപ്പാണ്. സംശയാസ്പദമായ ഒരു വ്യക്തിയുടെ ശരീരം പരിശോധിക്കുന്നതിന് മുമ്പ് തനിക്ക് ഒരു ഗസറ്റർ ഓഫീസറുടെയോ മജിസ്ട്രേറ്റിന്റെയോ സാന്നിധ്യത്തിൽ മാത്രമേ പരിശോധന പാടുള്ളൂ എന്ന് ആവശ്യപ്പെടാൻ പ്രതിക്ക് അവകാശമുണ്ടെന്ന് വ്യക്തമാക്കുന്ന NDPS ആക്ട് 1985 വകുപ്പാണ് വകുപ്പ് 50 എന്ന് പറയുന്നത്. അതായത് സംശയാസ്പദമായിട്ട് ഒരു വ്യക്തിയുടെ ശരീരം പരിശോധിക്കുന്നതിന് മുമ്പ് തനിക്കൊരു ഗസറ്റഡ് ഓഫീസറുടെയോ മജിസ്ട്രേറ്റിന്റെയോ സാന്നിധ്യത്തിൽ മാത്രമേ എന്നെ പരിശോധിക്കാൻ പാടുള്ളൂ എന്ന് ആവശ്യപ്പെടാൻ പ്രതിക്ക് അവകാശമുണ്ട്. ആ പ്രതിക്ക് അവകാശമുണ്ടെന്ന് പ്രതിപാദിക്കുന്ന NDPS ആക്ട് 1985 വകുപ്പാണ് വകുപ്പ് 50. ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ വകുപ്പ് 64 പ്രതിപാദിക്കുന്ന ലഹരിമരുന്ന് കേസുകളിൽ മാപ്പ് സാക്ഷിയാകുന്നവർക്ക് ടെൻഡർ ഇമ്മ്യൂണിറ്റി ഫ്രം പ്രോസിക്യൂഷൻ, ശിക്ഷയിൽ ഇളവ് നൽകുന്നതിനുള്ള അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് വകുപ്പ് 64. വകുപ്പ് 76 NDPS നിയമപ്രകാരം ചട്ടങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന വകുപ്പാണ് വകുപ്പ് 76. അറിഞ്ഞിരിക്കണം. അപ്പോൾ NDPS നിയമം 1985 പ്രധാന വകുപ്പുകൾ: വകുപ്പ് 20 കഞ്ചാവ് കൃഷി ചെയ്യുന്നതും കൈവശം വെക്കുന്നതും വിൽക്കുന്നതും ശിക്ഷാർഹമായ കുറ്റമാകുന്നു. അതേപോലെ വകുപ്പ് 21 ഉത്പാദിപ്പിച്ച അതല്ലെങ്കിൽ നിർമ്മിത മയക്കുമരുന്നുകൾ കൈവശം വെക്കുന്നതിനും കടത്തുന്നതിനുമുള്ള ശിക്ഷകൾ നിർവഹിക്കുന്ന NDPS ആക്ടിലെ വകുപ്പാണ് വകുപ്പ് 21. വകുപ്പ് 29 ലഹരിമരുന്ന് കടത്തിന് സഹായം നൽകുന്നതും ക്രിമിനൽ ഗൂഢാലോചന നടത്തുന്നതും ശിക്ഷാർഹമാണെന്ന് പ്രതിപാദിക്കുന്ന NDPS ആക്ടിലെ 1985 ആക്ടിലെ വകുപ്പാണ് വകുപ്പ് 29. വകുപ്പ് 31 നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലഹരിമരുന്ന് കേസിൽ തുടർച്ചയായി 31A ആണ്. ലഹരിമരുന്ന് കേസിൽ തുടർച്ചയായി പിടിക്കപ്പെടുന്ന കുറ്റവാളിക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ വധശിക്ഷ വരെ നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പ് വകുപ്പ് 31A ആണ്. വകുപ്പ് 50 ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്. സംശയാസ്പദമായി ഒരു വ്യക്തിയുടെ ശരീരം പരിശോധിക്കുന്നതിന് മുമ്പ് അയാൾക്ക് ആവശ്യപ്പെടാം തനിക്കൊരു ഗസറ്റഡ് ഓഫീസറുടെയോ മജിസ്ട്രേറ്റിന്റെയോ സാന്നിധ്യത്തിൽ മാത്രമേ തന്റെ ശരീരം പരിശോധിക്കാൻ പാടുള്ളൂ എന്ന് അവകാശമുണ്ടെന്ന് വ്യക്തമാക്കുന്ന വകുപ്പാണ് വകുപ്പ് 50. ഓർത്തിരിക്കണം. വകുപ്പ് 64 ലഹരിമരുന്ന് കേസുകൾ മാപ്പുസാക്ഷിയാക്കുന്നവർക്ക് ശിക്ഷയിൽ ഇളവ് നൽകുന്ന അധികാരം പ്രതിപാദിക്കുന്ന NDPS ആക്ട് 1985 വകുപ്പാണ് വകുപ്പ് 64. വകുപ്പ് 76 NDPS നിയമപ്രകാരം ചട്ടങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന വകുപ്പാണ് NDPS ആക്ട് 1985 വകുപ്പ് 76. ഓക്കെ അല്ലേ? അപ്പോൾ കൂട്ടുകാരെ, നാളെ എക്സാം എഴുതുന്നവർ ഇത്രയൊക്കെ അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിന്റെ കൂടുതൽ കാര്യങ്ങളുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും ഉണ്ടാകും. നന്നായിട്ട് കണ്ട് കേട്ട് പഠിക്കുക. 20ൽ 20 മാർക്കും സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് നേടാൻ കഴിയട്ടെ. അതുപോലെ അതിൻ്റെ മറ്റ് ടോപ്പിക്കുകളിൽ നിന്നും നന്നായിട്ട് ആൻസർ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ടുമോറോസ് എക്സാം.